ആക്ച്വലി റീനീറ്റ് എക്സാമിനേഷൻ എന്നുള്ളൊരു അവസ്ഥ തന്നെ യഥാർത്ഥത്തിൽ കുട്ടികളെ സമ്മർദ്ദത്തിലാക്കുന്നൊരു കാര്യമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ റീനീറ്റ് എക്സാമിനേഷൻ നടന്നു കഴിഞ്ഞു ഇന്ന്. പക്ഷേ കുട്ടികളെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു രീതിയിലാണ് NDA ഈ ക്വസ്റ്റ്യൻ പേപ്പർ കെമിസ്ട്രിയും ഫിസിക്സും സെറ്റ് ചെയ്തിരിക്കുന്നത്. യെസ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പേപ്പർ ഒരു മോഡറേറ്റ് പേപ്പർ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഒരിക്കലും ഒരു ടഫ് പേപ്പർ നമ്മൾ പറയില്ല. അതെ. പക്ഷേ എങ്കിൽ കൂടിയും കഴിഞ്ഞ തവണത്തെ കെമിസ്ട്രി പേപ്പർ വെച്ച് നോക്കുമ്പോൾ, അതായത് കഴിഞ്ഞ 2025 പേപ്പർ വെച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യം പേപ്പർ കെമിസ്ട്രി പേപ്പർ വാസ് ദർ ഈസ് നോ ഡൗട്ട് ഈസ് എ ടഫ് പേപ്പർ. ഒരു ഉദാഹരണം കൈനറ്റിക്സ് എന്നുള്ള പ്രോബ്ലം. അതെ. കൈനറ്റിക്സ് നോർമലി നമ്മൾ 0 ഓർഡർ ആണെന്ന് വിചാരിച്ച് പോയി അതിന് അറ്റൻഡ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു 2A ഗീവ്സ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള ചില ട്രിക്സുകൾ ഉള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അവർ കൊണ്ടുവന്നത്, അല്ലേ? യഥാർത്ഥത്തിൽ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിരുന്നില്ല. ഈ ഓരോ ക്വസ്റ്റ്യനകത്തും ഓരോ ട്രിക്കി ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ കുട്ടികൾ ചെയ്ത് ശരിയാക്കാൻ നോർമലി അവർ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ശരിക്കും എനിക്ക് തോന്നുന്നു മൊത്തമുള്ള നമ്മുടെ 45 ക്വസ്റ്റ്യനകത്ത് ഒരു 10 ക്വസ്റ്റ്യൻ ദി മേഡ് ഇറ്റ് ആസ് ഡിഫിക്കൾട്ട്. അതെ. ഇൻ ടേംസ് ഓഫ് ലൈക്ക് ഫിസിക്കൽ കെമിസ്ട്രി തന്നെയാണ് മിക്കപ്പോഴും അങ്ങനെ വന്നത് തന്നെ. അത് തീർച്ചയായിട്ടും നമ്മളത് എക്സ്പെക്ട് ചെയ്ത് തന്നെ ആയിരുന്നു. മുൻപുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഉള്ളതുപോലെ തന്നെ ഓർഗാനിക് കെമിസ്ട്രി പക്ഷേ ഇപ്രാവശ്യവും എളുപ്പമായിരുന്നു. പക്ഷേ ഫിസിക്കൽ കെമിസ്ട്രിയാണ് കുട്ടികളെ ബുദ്ധിമുട്ടിട്ടുണ്ടാവുക. നോർമലി ഒരു NCERT മാത്രം പിന്നെ ബേസ് ചെയ്തിട്ട് ഫോക്കസ് ചെയ്തിട്ട് പ്രിപ്പറേഷൻ നടത്തിയിട്ടുള്ള കുട്ടികൾക്ക് പൊതുവെ ഈ എക്സാമിനേഷൻ ടഫായിട്ടായിരിക്കും ഫീൽ ചെയ്യുക. ബട്ട് എനിവേ മക്കളെല്ലാവരും എന്ത് ചെയ്യുക, വളരെ ഹോപ്പ്ഫുൾ ആയിട്ട് നിൽക്കുക. പേപ്പർ ടഫ് ആവുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. കാരണം നമ്മുടെ മാർക്ക് കുറവാണെങ്കിൽ നമ്മുടെ റാങ്ക് എന്തായിരിക്കും, വളരെ നല്ല മെച്ചപ്പെട്ട റാങ്കിലേക്ക് നമ്മൾ വരും എന്ന് മക്കളെല്ലാവരും ഓർത്തിരിക്കുക. അതെ. ഒരു കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ മാർക്ക് കുറവാണെങ്കിൽ പോലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റാങ്ക് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ബി ഹാപ്പി. അതെ, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല.